എല്ലാവർക്കും വീടെന്ന സർക്കാർ കൊട്ടിഘോഷിക്കുമ്പോഴും അന്തി ഉറങ്ങാൻ പോലും വീടില്ലാതെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 16,513 പട്ടികവർഗ കുടുംബങ്ങൾക്കാണ് സ്വന്തമായി വീടില്ലാത്തത്. 5,736 കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമി പോലുമില്ല. പട്ടികവർഗ കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങാനുള്ള ബജറ്റ് വിഹിതത്തിൽ 9 വർഷത്തിനിടെ ചെലവഴിച്ചത് വെറും 11% മാത്രം. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, എല്ലാവർക്കും വീടുള്ള സംസ്ഥാനം എന്നുള്ള നിലയിൽ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്താൻ പോവുകയാണ് സംസ്ഥാന സർക്കാർ. അപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്ക് പുറത്തു വരുന്നത്. ഇവിടെ വീടില്ലാത്തവർ ഇല്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വലിയ പ്രചാരണത്തിലേക്ക് പോകുമ്പോൾ സർക്കാരിൻ്റെ കണക്ക് വ്യക്തമാക്കുന്നത് വീടില്ലാത്ത പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ മാത്രം 16,513 പേർ ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ ലൈഫ് അടക്കമുള്ള പദ്ധതികൾ വലിയ നിലയിലാണ് സർക്കാർ വലിയ പ്രചരണം നൽകി നടപ്പാക്കുന്നത്. അപ്പോഴാണ് ഇത്രയധികം കുടുംബങ്ങൾക്ക് സ്വന്തമായി വീടില്ല എന്നുള്ള കണക്കുകൾ പുറത്തു വരുന്നത്. കൂടുതൽ വിവരങ്ങൾ പ്രജിത് മോഹൻ. വിനോദ് പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. കാരണം സംസ്ഥാനത്ത് സർക്കാർ എപ്പോഴും നടത്തുന്ന ഒരു അവകാശവാദമുണ്ട്. ഈ അവശ്യ വിഭാഗങ്ങളെയൊക്കെ പുരോഗതിയിലേക്ക് നയിക്കാനും അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നതിനും സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത്, അതിൽ സ്വീകരിച്ച നടപടികളൊക്കെ വിജയമാണ് എന്നുള്ളത്. അതായത് ഇനിയൊപ്പം അടുത്ത കുറച്ച് നാളുകൾക്കുള്ളിൽ അതിദരിദ്രരായിട്ടുള്ള ആളുകളില്ല സംസ്ഥാനത്ത് എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്താൻ കേരള സർക്കാർ ഒരുങ്ങുമ്പോഴും എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റി എന്നുള്ളതിന് തെളിവാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്ന ഈ രേഖകൾ എന്ന് പറയുന്നത്. സംസ്ഥാനത്ത് ഇപ്പോഴും അന്തി ഉറങ്ങാൻ വീടില്ലാതെ കഴിയുന്ന ഒട്ടനവധി കുടുംബങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുകയാണ്. ഇപ്പോൾ പട്ടികവർഗ വിഭാഗങ്ങളുടെ കാര്യം മാത്രം എടുത്താൽ ഏതാണ്ട് 16,513 കുടുംബങ്ങൾക്കാണ് ഇപ്പോഴും സ്വന്തമായി വീടില്ലാത്തത്. ഇതിൽ 5,736 കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമി പോലുമില്ല എന്നുള്ളൊരു ഗുരുതരമായ സാഹചര്യം കൂടിയുണ്ട്. അതായത് മൊത്തം 16,513 പേർക്ക് സ്വന്തമായി വീടില്ലാത്തപ്പോഴും അതിൽ 5,736 കുടുംബങ്ങൾക്കാണെങ്കിൽ സ്വന്തമായി ഒരു സ്ഥലം പോലും ഇല്ലാത്തവരാണ്. അപ്പോൾ അത്രയധികം ആളുകൾ ഇപ്പോഴും കിടപ്പാടമില്ലാതെ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മൾ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, ഇത് പട്ടികവർഗ വിഭാഗങ്ങളുടെ മാത്രം കണക്കാണ്. ഇപ്പോൾ പട്ടികജാതി വിഭാഗങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകളുമുണ്ട് ഈ രീതിയിൽ വീടുകളില്ലാത്തവർ. അപ്പോൾ അവരുടെ കൂടി എണ്ണം എടുക്കുമ്പോൾ ഒരുപക്ഷെ ഈ കണക്കുകൾ അത് ലക്ഷങ്ങളായി മാറാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പിന്നോക്കാവസ്ഥ നേരിടുന്ന ഒരു വിഭാഗമായതിനാൽ തന്നെ പട്ടികവർഗ വിഭാഗങ്ങളുടെ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ടാകും എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഈ കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നതും. ഈ പറയുന്ന കണക്കുകൾക്കപ്പുറത്തേക്ക് മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഈ ബജറ്റ് വിഹിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണത്. ഈ സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ ഈ ഭൂമിയില്ലാത്ത പട്ടികവർഗ കുടുംബങ്ങൾക്ക് ഭൂമി നൽകുമെന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരുന്നു. പല തവണയായി ബജറ്റുകളിൽ ഇതിന് വിഹിതങ്ങളുമൊക്കെ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ 2016-17 മുതൽ 2024-25 വരെയുള്ള കാലയളവിലെ ബജറ്റുകൾ, ഏതാണ്ട് 9 ബജറ്റുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 433.39 കോടി രൂപയാണ് ഈ ബജറ്റുകളിൽ പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഭൂമി വാങ്ങി നൽകാനായി വകയിരുത്തിയത്. പക്ഷേ ഇതിൽ ചെലവഴിച്ചത് ഏതാണ്ട് 50,74 ലക്ഷം രൂപ മാത്രമാണ്. അതായത് വെറും 11% മാത്രമാണ് ബജറ്റ് വിഹിതത്തിൽ നിന്ന് ഈ 9 ബജറ്റുകളിലായി സർക്കാർ അനുവദിച്ച തുകയിൽ നിന്ന് ആകെ ചെലവഴിച്ചത് എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ കാണേണ്ടത്. അപ്പോൾ അത്ര വലിയ അനാസ്ഥ പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഭൂമി നൽകുന്നതിൽ, അല്ലെങ്കിൽ അവർക്ക് ഭൂമി വാങ്ങി നൽകുന്നതിൽ, അവരുടെ പുനരധിവാസ കാര്യങ്ങളിലൊക്കെ സംസ്ഥാനത്ത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഈ പറയുന്ന രീതിയിലുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ നമ്മൾ ഈ പറഞ്ഞ ബജറ്റിൻ്റെ കണക്കുകൾ അതൊന്ന് കുറച്ചുകൂടി കൃത്യമായി എടുത്തു പറയുകയാണെങ്കിൽ 2016-17 കാലത്ത് 45 കോടി അനുവദിച്ച സ്ഥലത്ത് എത്ര തുക ചെലവഴിച്ചു എന്നുള്ളതിന് സർക്കാരിൻ്റെ കയ്യിൽ കൃത്യമായ കണക്ക് പോലുമില്ല. 2017-18 37.31 കോടി രൂപ വകയിരുത്തിയ സാഹചര്യത്തിലും ചെലവഴിച്ച രൂപ എത്ര എന്നുള്ളതിന് സർക്കാരിന് കണക്കുകളില്ല. ഒന്നെങ്കിൽ ഈ തുക പൂർണ്ണമായും ചെലവഴിക്കാതെ പോയിരിക്കുന്നു, അല്ലെങ്കിൽ തുക ചെലവഴിച്ചത് കണക്കില്ല എന്നുള്ളതാണ് നിയമസഭാ രേഖകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ 2018-19 കാലയളവിലേക്ക് വരുമ്പോൾ 55 കോടി രൂപ അനുവദിച്ചതിൽ ആകെ 5,42 ലക്ഷം രൂപ മാത്രമാണ് സർക്കാർ ചെലവഴിച്ചത്. 2019-20 50 കോടി അനുവദിച്ചതിൽ വെറും 13 കോടി മാത്രം ചെലവഴിച്ചിരിക്കുന്നു. പിന്നീട് ഇങ്ങോട്ട് വരുന്തോറും 2023-24-25 കാലത്തിൽ 42 കോടി അനുവദിച്ചതിൽ ആകെ 1,23 ലക്ഷം രൂപ മാത്രമാണ് സർക്കാർ ഈ വഴിക്ക് ചെലവഴിച്ചത് എന്നുള്ളതും നമ്മൾ കാണേണ്ടത്. അപ്പോൾ അത്ര വലിയ അനാസ്ഥ ST വിഭാഗങ്ങൾക്ക് ഭൂമി വാങ്ങി നൽകുന്നതിലും അവരുടെ പുനരധിവാസ കാര്യങ്ങളിലും വീടില്ലാത്ത അവസ്ഥകൾ പരിഹരിക്കുന്നതിനും അവരുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിലും സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വിനോദ്, അതെ, വളരെ വ്യക്തമാണ്. സംസ്ഥാനത്ത് വീടില്ലാത്ത
നിരവധി ആളുകൾ, അതും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 16,513 പേർക്ക് സ്വന്തമായി വീട് പോലുമില്ല എന്നുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും പ്രജിത് മോഹൻ.